MDMA കേസിലെ പ്രതികളായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സൈബർ തട്ടിപ്പ് കേസിലടക്കം പ്രതികൾ. ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം പുറത്തു വന്നത് നേതൃത്വത്തെ വെട്ടിലാക്കി. ഇതോടെ ഇവർ യൂത്ത് കോൺഗ്രസ് അല്ലെന്ന മുൻ നിലപാട് നേതൃത്വം മാറ്റി. ഇവരെ പുറത്താക്കുന്നതായി യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പ് ഇറക്കി. പ്രതികളെ പുറത്താക്കിയത് മുഖ്യമന്ത്രിയുമൊത്തുള്ള കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ്. ഈവനിംഗ് ഡിബേറ്റിൽ ഈ വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങളുമായി സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സാലി, പക്ഷേ ഇന്ന് സാലി കൊണ്ടുവന്ന ഈ വാർത്തയിൽ ലഹരിക്കടത്ത് മാത്രമല്ല, സൈബർ തട്ടിപ്പടക്കം പണപ്പിരിവടക്കമുള്ള ഒരു സംഘമാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററായി പ്രവർത്തിച്ച ആൾക്കുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും രസകരമായ വസ്തുത, ഈ വാർത്ത പുറത്തു വന്നിട്ട് കാസർഗോഡ് ഇവർ പിടിയിലാകുന്നു. അതിനുശേഷം ഇവരുടെ മുഖ്യമന്ത്രിയുമായുള്ള ബന്ധങ്ങൾ പുറത്തു വരുന്നു. കൂടുതൽ ഫോട്ടോകൾ പുറത്തു വരുമ്പോൾ പോലും ഒരു പ്രതികരണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അതിന് പിന്നാലെയാണ് ഈ വാർത്തകൾ വരുന്നത്. കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയ ആളുകളാണ് എന്നുള്ളത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ സംഘത്തിൻ്റെ തട്ടിപ്പും ലഹരി കച്ചവടവും. അങ്ങനെയുള്ളവരുമായി ആയിരുന്നോ മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധമെന്നുള്ള ചോദ്യമാണ്. അതിന് കൃത്യമായും വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രിയുമാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർ ഇവരുടെ മറ്റ് കേസുകൾ എന്താണ്? ഏതൊക്കെ തരത്തിലുള്ള ക്രമക്കേടുകളാണ്, ക്രിമിനൽ ആക്ടിവിറ്റികളാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്? സിജു, തനിക്കും ഈ തട്ടിപ്പ് കേസിലെ പ്രതികളും അല്ലെങ്കിൽ MDMA കേസിലെ പ്രതികളുമായി ഉള്ള ബന്ധം സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രി ഇന്നും ഒരു ചടങ്ങിൽ പങ്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ ശ്രമിച്ചെങ്കിലും അതിന് അദ്ദേഹം വഴങ്ങിയില്ല ഒരു തരത്തിലുള്ള വിശദീകരണത്തിനും. ചെറിയ കേസല്ല, MDMA മൊത്ത കച്ചവടക്കാരും താനുമൊത്തുള്ള ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴും അതിലൊരു വിശദീകരണം നൽകാൻ, എന്തെങ്കിലും ഒരു വിശദീകരണം നൽകാൻ മുഖ്യമന്ത്രി ഇനിയും തയ്യാറായിട്ടില്ല. അദ്ദേഹം ഇതുവരെ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ആകെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രതികരണം നമുക്കറിയുന്നത് ഇവരെ പുറത്താക്കിക്കൊണ്ട് ഇന്നലെ രാത്രി യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റി പുറത്തിറക്കിയ പ്രസ്താവനയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് അറിയാം. കാരണം മുൻപ് തന്നെ ഇവർ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരാണ് എന്ന വിവരം പുറത്തു വന്നിരുന്നത്. വെങ്ങോല പഞ്ചായത്തിലെ 142 നമ്പർ ബൂത്തിൻ്റെ പ്രസിഡൻ്റാണ് ഈ ഹുസൈൻ എന്ന വിവരം നമ്മൾ ആദ്യം വാർത്ത കൊടുത്ത ദിവസം തന്നെ നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ അന്ന് വൈകുന്നേരം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും മന്ത്രിയുമായ ജനീഷ് പറഞ്ഞത് ഇവർക്ക് യൂത്ത് കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ല എന്നാണ്. ഇന്നലെ രാത്രി എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് MLA മാധ്യമങ്ങളോട് പറഞ്ഞത് ഇവർക്ക് കോൺഗ്രസുമായി ഒരു ബന്ധമില്ല, ഞാൻ ഇവരെ അറിയുക പോലുമില്ല എന്നുള്ളതാണ്. അപ്പം ഇതെല്ലാം ഇങ്ങനെയാണ് ഇവരുടെ അവകാശവാദം. പക്ഷേ പെട്ടെന്നൊരു ട്വിസ്റ്റ് വന്നത്, അനുനിമിഷം മുഖ്യമന്ത്രിയും ഈ പ്രതികളുമൊത്തുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ഈ പ്രതികളുടെ മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങൾ പുറത്തു വരുന്നു. അത് വലിയ പ്രതിസന്ധിയിലേക്ക് മുഖ്യമന്ത്രി എത്തിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയെ ഈ വിഷയത്തിൽ നിന്ന് തടിയൂരാൻ, മുഖ്യമന്ത്രിക്ക് ഇവരുമായിട്ടുള്ള പേഴ്സണൽ അടുപ്പമാണ് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടു. കാരണം ഒരു പ്രതിയുടെ മകൻ്റെ ബർത്ത്ഡേ പാർട്ടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു. ഒരു പ്രതിയുടെ വീട്ടിൽ, 2 പ്രതികളുടെ വീട്ടിൽ, അടുത്ത അയൽപ്പക്കക്കാരാണ്, അതിൽ വീട്ടിൽ പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹം എത്തുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷ നേതാവായിരിക്കെ അദ്ദേഹത്തിൻ്റെ പറവൂരിലെ വീട്ടിൽ വെച്ച് ഒരു പ്രതിയുടെ മകൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നു. ഇവരെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തെ ഔദ്യോഗിക വസതിയിലും ഒപ്പം അദ്ദേഹത്തിൻ്റെ പറവൂരിലെയും ദേശത്തെയും അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടുകളിലും നിത്യേന സന്ദർശനം നടത്തുന്ന ആളുകളാണ്. ഇതെല്ലാം ദൃശ്യങ്ങൾ സഹിതമാണ് പുറത്തു വന്നത്. അപ്പോൾ ഇത് കേവലമായ ഒരു രാഷ്ട്രീയ ബന്ധമല്ല. ഏതെങ്കിലും അണികൾ കേസിൽപ്പെട്ടാൽ നേതാക്കന്മാരെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു രീതി അത് ശരിയല്ല. നമുക്കറിയാം, ഏതെങ്കിലും അണികൾ ഏതെങ്കിലും കേസിൽ പെടുകയോ ഏതെങ്കിലും പ്രശ്നത്തിൽ പെടുകയോ ചെയ്താൽ ആ പാർട്ടിയുടെ ലീഡർഷിപ്പിനെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇതല്ല. മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നയാളെന്ന നിലയ്ക്കും ഒക്കെ ആ ദിവസങ്ങളിലും അക്കാലങ്ങളിലും ഇക്കാലത്തും അദ്ദേഹം ഇവരുമായിട്ട് വളരെ ആത്മബന്ധം പുലർത്തിയിരുന്നു എന്ന് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ സംസാരിച്ചതാണ്. നമുക്കിനി അതിലൊരു വിശദീകരണം ആവശ്യമില്ല. അപ്പോൾ വ്യക്തി എന്ന നിലയ്ക്ക് VD സതീശൻ എന്ന മുഖ്യമന്ത്രി പെട്ടപ്പോൾ അതിൽ നിന്ന് തടിയൂരാൻ കോൺഗ്രസ് കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് ഇവരെ പുറത്താക്കുക എന്നുള്ളത്. കാരണം ഈ ദിവസങ്ങളിലത്ര ഇവർക്ക് കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടി പെട്ടെന്ന് തന്നെ ഇവരെ പുറത്താക്കിക്കൊണ്ട് തീരുമാനമെടുക്കുന്നു. ഇയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് എന്ന പത്രക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. അപ്പം ഒരു ഗുണമുണ്ട്, മുഖ്യമന്ത്രിക്ക് ഈ തട്ടിപ്പുകാരും ഈ MDMA കടത്തുകാരും മയക്കുമരുന്ന് കച്ചവടക്കാരുമായിട്ടുള്ളത് വ്യക്തിബന്ധമല്ല, പൊളിറ്റിക്കൽ ബന്ധമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയും. അങ്ങനെ പൊളിറ്റിക്കൽ ബന്ധത്തിന് ഒരാളെ കുറ്റം പറയാൻ കഴിയില്ല. അവർ ഏതെങ്കിലും കേസിൽ പെട്ടു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിന് ഒരു പോംവഴി ഇവർ കണ്ടെത്തിയത്, ഇവർ തമ്മിലുള്ള ഒരു നേതാവ് അനുയായി അല്ലെങ്കിൽ ലീഡറോട് അല്ലെങ്കിൽ ഒരു നേതാവിനോട് ഒരു പ്രാദേശിക നേതാവിനുള്ള ഒരു ബന്ധം എന്ന തരത്തിലേക്ക് ഇത് മാറ്റാൻ
ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ വൈകിയാണെങ്കിലും ഇവർ യൂത്ത് കോൺഗ്രസ് ആണെന്ന് അഡ്മിറ്റ് ചെയ്യുകയും ഇവരെ പുറത്താക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു പശ്ചാത്തലം കൂടെ ഉണ്ട്. ഇവരുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 4-ാം പ്രതി സൈനുലാബ്ദീൻ്റെ സംബന്ധിച്ച വിവരങ്ങൾ ഇന്ന് രാവിലെ നമുക്ക് ലഭിച്ചു. അയാൾക്കെതിരെ 3 കേസ് നിലവിലുണ്ട്. അതിൽ കണ്ണൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത 1/2025, 14/2025 ഈ 2 കേസും സൈബർ തട്ടിപ്പ് കേസാണ്. കോഴിക്കോട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മറ്റൊരു കേസുണ്ട്, അതിലും സൈബർ തട്ടിപ്പാണ്. ഒരു ഡോക്ടറെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നുള്ളതാണ് ആ കേസുകളുടെയൊക്കെ ഒരു പശ്ചാത്തലം. മാത്രമല്ല ഇയാൾ മുൻപ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിഞ്ഞിട്ടുണ്ട്. അക്കാലത്തുള്ള ബന്ധമാണ് ഇത്തരത്തിൽ ഇപ്പോൾ കണ്ടിരിക്കുന്നത് നമ്മൾ ഈ സംഘത്തിലേക്ക് എത്തിയത്. അതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ഇയാൾ അവിടെ ജയിലിൽ കഴിയുമ്പോൾ ഈ മയക്കുമരുന്ന് സംഘങ്ങളും മയക്കുമരുന്ന് ആളുകളും ഒക്കെ കേസുകളിൽപ്പെട്ട് ജയിലിലുണ്ടായിരുന്നു. അവരുമായിട്ട് സംസാരിച്ചു. അതായത് ഈ തട്ടിപ്പുകൾ, അതായത് ഈ സൈബർ തട്ടിപ്പൊക്കെ നടത്തുന്നത് ഏത് കാലഘട്ടത്തിലാണ്? അതായത് ഈ സർക്കാർ അധികാരം ഏറ്റിട്ട് ഏകദേശം 82 ദിവസം കഴിയുന്നു. അതായത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് ഈ പ്രതികളുമായി അടുത്ത ബന്ധം വി.ഡി. സതീശൻ പുലർത്തിയത്. അതായത് ഈ കുട്ടിയുടെ ബർത്ത്ഡേക്ക് അടക്കം പങ്കെടുക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. അന്നുണ്ടായിരുന്നതാണോ ഈ സൈബർ തട്ടിപ്പ് കേസുകളടക്കം? ഡോക്ടറിൽ നിന്ന് പണം തട്ടിയതൊക്കെ ആ കാലഘട്ടത്തിലായിരുന്നു. അതായത് അന്ന് തന്നെ ക്രിമിനൽ കേസ് പ്രതിയാണെന്നുള്ള വ്യക്തമായ ബോധ്യം വി.ഡി. സതീശന് ഉണ്ട്. തീർച്ചയായും അതിനുവേണ്ടിയാണ് ഞാൻ ആ ക്രൈം നമ്പർ പറഞ്ഞത്. കണ്ണൂർ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 1/2025, 14/2025 ഈ 2 കേസുകളും 2025 കേസുകളാണ്. അന്ന് അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവിന് ഈ പ്രതികളുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. ഹുസൈൻ്റെ ഫേസ്ബുക്കിൻ്റെ വിശദീകരണം അതിൽ കണ്ടാലറിയാം, അതിൽ വായിച്ചു നോക്കിയാൽ അറിയാം. കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവിൻ്റെ സോഷ്യൽ മീഡിയ ടീമായി വർക്ക് ചെയ്ത് പൂർത്തിയാവുകയാണ്, അതിൽ അഭിമാനമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു പോസ്റ്റ് ഈ ഹുസൈൻ്റേതായി പുറത്തു വന്നിട്ടുണ്ട്. അതായത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സോഷ്യൽ മീഡിയ ടീമിൽ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്കേറെ അഭിമാനം തോന്നുന്നു എന്ന് ഈ കഴിഞ്ഞ മാർച്ച് 29 അദ്ദേഹം ഈ ഹുസൈൻ മുസാഫിർ, അതായത് ഹുസൈൻ എന്ന പ്രതി, അയാൾ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണിത്. അതായത് ഈ സൈബർ തട്ടിപ്പ് കേസിൽ ഈ ആളുകളൊക്കെ പങ്കാളികളായിരുന്ന ആ കാലഘട്ടത്തിൽ ഈ ഹുസൈൻ ആ തട്ടിപ്പിലില്ല. പക്ഷേ ഹുസൈനൊപ്പം കൂട്ടുപ്രതിയായ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ സൈനുൽ ആബിദീൻ ആ തട്ടിപ്പ് കേസിൽ പ്രതിയാണ്. അപ്പോൾ ആ തട്ടിപ്പ് കേസ് ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഇവരൊക്കെ ഒരു കോക്കസായി പ്രവർത്തിച്ചിരുന്നു. ഈ ഹുസൈൻ പ്രതിപക്ഷ നേതാവിൻ്റെ സോഷ്യൽ മീഡിയ ടീമിലുമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരേ കാലത്ത് നടന്നതാണ്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു, ഇന്ന് മുഖ്യമന്ത്രിയായി. അപ്പോഴും ഇപ്പോഴും ഈ ആളുകളുമായിട്ട് പ്രതിപക്ഷ നേതാവൻ ആയിരുന്ന വി.ഡി. സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശന് ബന്ധമുണ്ട് എന്നാണ് അത് വ്യക്തമാക്കുന്നത്.